എല്ലാവർക്കും നമസ്കാരം. ഒരു കഥ മട്ടും സൊല്ലട്ടുമാ. അതുക്ക് അല്ല വേണ്ട, കഥ പറയാൻ പച്ച മലയാളമാണ് തമിഴിനേക്കാൾ നല്ലത്. ഒരു 1/4 നൂറ്റാണ്ട് അപ്പുറത്തുള്ള കഥയാണ്. അന്ന് കൊച്ചിയിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. കലാകാരന്മാരെയും കലയെയും അകമഴിഞ്ഞു സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുകയും ചെയ്ത മഹാനുഭാവനായ ആബേലച്ചൻ സ്ഥാപിച്ച കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്ന ഒരു കലാക്ഷേത്രം. അതിൻ്റെ വരാന്തയിൽ ഒരു ദിവസം 2 ചെറുപ്പക്കാർ വന്നു. ജീവിക്കാനൊരു ഗതിയുമില്ലാത്ത രൂപത്തിലാണ് വന്നത്. അവർ ആബേലച്ചനോട് അഭയം ചോദിച്ചു, അവസരം ചോദിച്ചു, കഴിവുകൾ പ്രദർശിപ്പിക്കാൻ. സ്വതസിദ്ധമായ ശൈലിയിൽ പതിവ് പോലെ ആബേലച്ചൻ ചോദിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഒരുത്തൻ പറഞ്ഞു, പട്ടി കുറയ്ക്കാൻ അറിയാം. വേറൊരുത്തൻ പറഞ്ഞു, നന്നായിട്ട് പൂച്ച കാറുന്ന സൗണ്ട് അനുകരിക്കാൻ അറിയാം. ആദ്യത്തെ ആൾ പറഞ്ഞു, എനിക്ക് കുരങ്ങ് ചാടുന്നത് പോലെ ചാടാനും കുരങ്ങിൻ്റെ ചില ഫേസ് എക്സ്പ്രഷൻസ് എടുക്കാനും നന്നായിട്ട് വശമുണ്ട്. അപ്പോൾ മറ്റവൻ പറഞ്ഞു, എനിക്ക് തവളച്ചാട്ടം ചാടാനും മാക്രി സൗണ്ട് അനുകരിക്കാനും നല്ല വശമുണ്ട്. അവസരം കൊടുത്തു, അഭയം കൊടുത്തു, ആളുകളായി, അർത്ഥമുണ്ടായി. ഒരുത്തൻ ജനപ്രിയ നായകനായി, മറ്റേയാൾ ഹിറ്റ് സിനിമകളുടെ ഹിറ്റ് മേക്കർ സംവിധായകനായിട്ട് മാറി. അങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പ്രശസ്തിയും പേരും സമ്പത്തും ഇഷ്ടം പോലെ ആരാധക വൃന്ദങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, പിന്തുണയ്ക്കാൻ രഹസ്യ സ്വഭാവമുള്ള സംഘടനകളുടെ പിൻബലം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഈ ശിഷ്യന്മാർക്ക് 2 പേർക്കും പണ്ട് അഭയം കൊടുത്ത, ആളാക്കാൻ സഹായിച്ച, അവസരങ്ങൾ കൊടുത്ത, സ്വദേശത്തും വിദേശത്തും സ്റ്റേജ് ഷോകൾക്ക് അവസരം കൊടുത്ത ഗുരുനാഥന്, പുണ്യശ്ലോകനായ ആബേലച്ചന് ഒരു ഗുരുദക്ഷിണ കൊടുക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ അവർ 2 പേരും കലാകാരന്മാരല്ലേ. ഒരാൾ ജനപ്രിയ നായകനാണല്ലോ, മറ്റേയാൾ ഹിറ്റ് സിനിമകളുടെ ഹിറ്റ് മേക്കർ സംവിധായകനാണല്ലോ. എന്നാൽ പിന്നെ ഈ ഉപഹാരം, ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണ സിനിമയുടെ രൂപത്തിലാവട്ടെ എന്ന് അവർ തീരുമാനിച്ചു. 2 സിനിമയുടെ സംവിധായകൻ ഹിറ്റ് മേക്കർ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള ശിഷ്യനായിരുന്നു. ഒന്നിൽ ജനപ്രിയനായി പേരെടുത്ത ശിഷ്യൻ അഭിനയിക്കാനും തീരുമാനിച്ചു. അഭയം കൊടുത്ത, ആശ്രയം കൊടുത്ത, കഴിവുകളെ വളർത്താൻ അവസരം കൊടുത്ത ഗുരുനാഥന് ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി സിനിമ ഇറക്കി. ഒന്നിൻ്റെ പേര് ഈശോ. അവസാന ശ്വാസം വരെ ഈ ഗുരുനാഥൻ പവിത്രനാമമായിട്ട് അധരങ്ങളിൽ കൊണ്ട് നടന്ന വിശുദ്ധനാമത്തെ തന്നെയാണ് ഒരുത്തൻ സിനിമയ്ക്ക് ഗുരുദക്ഷിണയായിട്ട് സമർപ്പിക്കാനുള്ള സിനിമയ്ക്ക് പേരിട്ടു ഈശോ. എന്നിട്ടൊരടിക്കുറിപ്പ്, നോട്ട് ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ നിന്നല്ലാതെ എവിടുന്നാണ് ഹേ താങ്കൾ ഈശോ എന്നുള്ള പേര് പരിചയിച്ചിട്ടുള്ളത്? 2ാമത്തെ സിനിമയുടെ പേര് കേശു, ഈ വീടിൻ്റെ നാഥൻ. കൊച്ചിൻ കലാഭവന്റെ അടക്കം, ആബേലച്ചൻ്റെ മുറിയുടേതടക്കം ക്രൈസ്തവ ഭവനങ്ങളുടെ പ്രധാന വാതിലുകളിൽ എഴുതി വച്ചിരിക്കുന്ന യേശു ഈ വീടിൻ്റെ നാഥൻ എന്നുള്ള നമ്മുടെ ശരണമന്ത്രത്തെ ആക്ഷേപിക്കാനല്ലാതെ പിന്നെന്തിനാണ് കൃത്യമായ അജണ്ടകളുള്ള ചില ഗൂഢസംഘങ്ങളുടെ പിന്തുണയുള്ള ഈ ഹിറ്റ് മേക്കർ സംവിധായകൻ ഇങ്ങനെ ഒരു അധമ പ്രവർത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? വള്ളത്തോളാണ് ശിഷ്യനും മകനും എന്നുള്ള കവിതയിൽ 10 പതിറ്റാണ്ട് മുമ്പ് പാടിവെച്ചിട്ടുണ്ട്. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം കൃതാർത്ഥനാം ശിഷ്യനിൽ നിന്നുദാനീം വിദ്യാദർപ്പണം പാത്രമറിഞ്ഞു വേണം. പാത്രം നോക്കാതെ ഭിക്ഷ കൊടുക്കുകയും ദാനം കൊടുക്കുകയും ആളെ നോക്കാതെ അഭയവും അവസരവും കൊടുത്തതിന് വന്യഗുരുനാഥനുള്ള ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണയാണ് ഈ അധമ സിനിമയിലൂടെയുള്ള കലാവിഷ്കാരമെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നതിൽ, അതിനനുസരിച്ച് പ്രതികരിക്കുന്നതിൽ വൈകിപ്പോയി എന്നുള്ളതാണ് നഗ്നമായൊരു സത്യം. അഭയം കൊടുക്കുന്നവൻ്റെ വീട്ടിൽ അമിട്ട് വെച്ച് പൊട്ടിക്കുന്ന പാരമ്പര്യമുള്ള ജനുസാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. 1987 മുതലാണ് 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന വിവാദമായ നാടകങ്ങളുടെ കാലഘട്ടം മുതലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലേബലൊട്ടിച്ചിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ, വിശുദ്ധ സങ്കല്പങ്ങളെ, വിശുദ്ധ വ്യക്തികളെ തേജോവധം ചെയ്യുകയും തെരുവിൽ അപമാനിക്കുകയും ചെയ്യുന്ന ഹീനപ്രവൃത്തി അരങ്ങേറാൻ തുടങ്ങിയത്. പണ്ട് മുതലേ ഒരു പ്രശ്നം വന്ന് മൂക്കിലിടിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുകയും അതിനുശേഷം ആ നോവ് മാറിക്കഴിയുമ്പോൾ സുഖാലസ്യത്തിലേക്ക് ആഴുപോവുകയും ചെയ്യുന്നുള്ളത് നസ്രാണിയുടെ ഒരു ബലഹീനതയും സ്വഭാവ സവിശേഷതയുമാണ്. അതുകൊണ്ടാണ് നിരന്തരം കലകളിലൂടെ, നോവലുകളിലൂടെ, സിനിമയുടെ സങ്കേതങ്ങളിലൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ്
ചില ഗൂഢ സംഘങ്ങളും ഗൂഢലക്ഷ്യങ്ങളുള്ള ശക്തികളും നിരന്തരം നമ്മുടെ വിശുദ്ധ വികാരങ്ങളെ, വിശ്വാസ വിഷയങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് കലയെന്ന് പറയുന്ന ഓമനപ്പേരിട്ട് കോപ്രായങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ചിന്തകനായ നിക്കോളാസ് ബക്കുനിനാണ് പറഞ്ഞത്, പ്രതികരിക്കുക എന്ന് പറയുന്നത് ജീവനുള്ളതിൻ്റെ അടയാളമാണെന്നാണ് പറഞ്ഞത്. ഒരു മണ്ണിലിഴയുന്ന പുഴു പോലും അതിൻ്റെ മേൽ ഒരാൾ ചവിട്ടിയാൽ തലയുയർത്തി നോക്കും, പ്രതികരിക്കും. അപ്പോൾ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ വിശുദ്ധ വിഷയങ്ങളുടെ മേൽ ഇത്രമേൽ ഹീനമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ, വിശുദ്ധ വിഗ്രഹങ്ങളെ നടത്തുന്ന ഭഞ്ജനങ്ങൾ കണ്ടിട്ട് നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ ക്രിസ്ത്യാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആറാം തിരുമുറിവ് വിവാദം കത്തി നിൽക്കുന്ന കാലത്താണ് നാടകാചാര്യൻ ശ്രീ NN പിള്ള ഒരു സദസ്സിൽ വെച്ച് ഒരു പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നമ്മൾ ആദരണീയനായി കരുതുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അജ്ഞാത ജീവിതകാലത്ത് ഒരു ഹരിജൻ സ്ത്രീയുമായും പിന്നീട് ഒരു ബ്രാഹ്മണ സ്ത്രീയുമായും ലൈംഗിക ബന്ധം നടത്തി എന്ന് ഒരാൾ നാടകമിറക്കിയാൽ എന്തായിരിക്കും പ്രതികരണം? സദസ്സിൽ നിന്ന് ഉടനെ വന്ന് മറുപടി, ഒരാൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നല്ല അടികൊള്ളും. അപ്പോൾ ഈ ജനപ്രിയ നായകനും ഹിറ്റ് സിനിമകളുടെ സംവിധായകനും ഇതുപോലെയുള്ള കോപ്രായങ്ങൾ ഇറക്കി നമ്മളെ ആക്ഷേപിക്കാൻ, ക്രൈസ്തവരുടെ വിശുദ്ധ സങ്കല്പങ്ങളെ ആക്ഷേപിക്കാൻ മടിയില്ലാത്തതിൻ്റെ കാരണം നല്ല അടി കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടും അത് കൊള്ളാത്തത് കൊണ്ടുമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിരന്തരം വിശുദ്ധ വിഗ്രഹങ്ങളെ ഭഞ്ജനം ചെയ്യുന്ന കലയെന്ന പേരുള്ള കോപ്രായങ്ങൾക്കെതിരെ 1987 ജനുവരി മാസം 4-ാം തീയതി പ്രസിദ്ധനായ സാഹിത്യകാരൻ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള മാതൃഭൂമി പത്രത്തിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതിൽ ഇങ്ങനെ ഏതാനും പ്രസക്തമായ വരികളുണ്ട്. കൂടുതൽ ഇരുട്ടു പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്, ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയം പ്രകാശിക്കുന്നതായിട്ട് ഏതാനും ചില തുരുത്തുകളെ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. ഒരു ക്രിസ്തു, ഒരു ബുദ്ധൻ, ഒരു ശ്രീരാമൻ, ഇങ്ങനെ ഏതാനും പ്രകാശത്തിൻ്റെ തുരുത്തുകൾ മാത്രം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസമർപ്പിക്കാൻ, ശരണമർപ്പിക്കാൻ ഇതല്ലാതെ വേറെ പ്രകാശധോരണികളില്ലാത്തതുകൊണ്ട്, വിശുദ്ധ മാതൃകകളില്ലാത്തതുകൊണ്ട് സോദരരെ, ദയവായി ഞങ്ങൾ സാധാരണ മനുഷ്യരുടെ, മിതബുദ്ധിക്കാരായ ആളുകളുടെ അവസാനത്തെ ആശ്രയമായ ഈ വിശുദ്ധ വിഗ്രഹങ്ങളെങ്കിലും നിങ്ങൾ തച്ചുടയ്ക്കരുതേ. കലയുടെ പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു ജനതയുടെ വികാരവും വിശ്വാസവുമാകുന്ന വിശുദ്ധ സംജ്ഞകളുടെയും വിശുദ്ധ സങ്കല്പങ്ങളുടെയും മേൽ അതിനിന്യമായ കടന്നാക്രമണം നടത്തുന്ന കലാകാരന്മാരെന്ന് സ്വയം മേനി നടിക്കുന്നവരോട് ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ഓർപ്പിക്കാനതേ ഉള്ളൂ. ഞങ്ങളുടെ വിശുദ്ധ വിഗ്രഹങ്ങളെ അതേത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും ദയവായി ഭഞ്ജിക്കരുത്. ഞങ്ങളുടെ വിശുദ്ധ സംജ്ഞകളെ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിൻ്റെ ഉപാധിയാക്കി, മാർഗമാക്കി തെരുവിൽ അപമാനിക്കുകയും വിൽപ്പനയ്ക്ക് വയ്ക്കുകയും ചെയ്യരുത്. അത്രയുമെങ്കിലും മിനിമം ഒരു മര്യാദ വന്ന വഴി മറക്കാതെ ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ട് കൊണ്ടു നടക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നല്ലത് വരട്ടെ.